Vanakkam, my wishes to everybody. First, I would like to thank the English department of Pavanatma College, Kisheri, for creating a platform to discuss about literature in cinema, what impact literature has got on cinema. It's a wonderful topic to be discussed, to share ideas. So, as an actor in cinema, reading literature helps me a lot. This is the indirect impact on cinema, I can say. It is not directly taking a story from the literature and making a film. As an actor, the contemporary literature makes me a stronger actor. When I read contemporary literature, I see the life of another person or another community or another region and another religion or whatever it is. I get to know them. I get to know the real life of these people dwelling in the story. So I come across so many hundreds of characters which still live subconsciously in my mind, which helps me to portray characters. So I think literature is a must for whoever is involved in filmmaking, particularly writers and directors, actors. For that matter, any craft which is involved in filmmaking, literature is the must. How much ever we can boast that film is visual media which is stronger than written literature, I believe the written words are stronger than the film. Because film decides what has to be seen, or how a character has to be behaved. But when you read a literature, suppose you and me, two persons read a literature, how the way you imagine, you visualize the story is entirely different from mine. So I think written literature is greater, because if a story is read by 1,000 people, the 1,000 people visualize in 1,000 ways that cinema doesn't give. So let us treat equally literature and cinema. And thank you once again, the Department of English of Pavanatma Murkesheri, for giving me a time to share my views about literature and cinema. Let us nourish and cherish literature and cinema. Thank you. ഡിജിറ്റൽ സ്ട്രീമിങ്ങിലേക്ക് നമ്മളൊരു പടം കൊടുക്കുമ്പോൾ ഇറ്റ് ഇസ് ബേസിക്കലി ഒരു ഗ്ലോബൽ റിലീസാണ്. പടം മുഴുവനായിട്ടൊരു എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ മലയാളത്തിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമ ഒരു വലിയ ലീപ്പിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടത്തിലേക്കുള്ളൊരു ഒരു ശ്രമത്തിലായിരുന്നു. കാരണം മോണിറ്റൈസ് ചെയ്യാനായിട്ട്, അതായത് പലതരത്തിലുള്ള റവന്യൂകൾ ജനറേറ്റ് ചെയ്യുക. അത് ഇറ്റ്സ് നോട്ട് ഇൻ ടേംസ് ഓഫ് കേരള അലോൺ, ബട്ട് ഓവർസീസ് റവന്യൂസ് ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. ദെൻ അക്രോസ് ദ കൺട്രി, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ആക്ച്വലി കൂടിക്കൊണ്ടിരുന്ന സമയമാണ്. സോ അതെല്ലാം പെട്ടെന്ന് ഒരു അൺസർട്ടൺ സിറ്റുവേഷനിലേക്ക് വന്നപ്പോൾ നമ്മൾക്ക് കാണികൾ എങ്ങനെ കിട്ടും എന്നുള്ളൊരു ഒരു ചോദ്യം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഈ പറഞ്ഞ പോലെ സ്ട്രീമിങ്ങിലോട്ട് വരുമ്പോൾ അതൊന്നും ഇല്ല. കാരണം ബേസിക്കലി ഇപ്പോൾ കേരളത്തിൽ ഇരുന്ന് കാണുന്ന ആൾക്കാർ മാത്രമല്ല ആ സിനിമ ഒരേ സമയം കാണുന്നത്. അപ്പോൾ അവർ എല്ലാ സ്ഥലത്തിരുന്നുകൊണ്ട് അവർക്കത് സൈമൾട്ടേനിയസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു തിയേറ്ററിൽ വരുന്ന ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ തിയേറ്ററിൽ വന്ന് ഒരു ചർച്ചയാവുക എന്നൊക്കെ പറയുന്നതിനും എനിക്ക് തോന്നുന്നു ഒരു എത്ര വലിയ സിനിമയായാലും അതിനൊക്കെ ഒരു 2 ആഴ്ചത്തെ ചർച്ചയൊക്കെ ഉള്ളൂ. അതിനുശേഷമൊക്കെ പുതിയ കണ്ടന്റുകൾ വരികയാണ്, പഴയ പോലെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നിനും അങ്ങനെ ഒരു വേർതിരിവ് കാണാൻ പറ്റത്തില്ല. അങ്ങനെ വേർതിരിവ് ഒരു ക്രിയേറ്റീവ് ആയിട്ട് ഒരാൾ അങ്ങനെ വേർതിരിവ് കാണാൻ പാടില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ആ ഒരു സിറ്റുവേഷനെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സിനിമ നമുക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണ്. അപ്പൊ അത് കാരണം ഒരു 10 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാലും ആ സിനിമ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനൊരു മീനിങ് ഉണ്ടാവും. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്.
മലയാളത്തിൽ ഇപ്പോൾ ഞാൻ അതിന്റെ ഒരു കാര്യം പറയാം. അത് മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ സൈഡ് ലൈൻഡ് ആയിട്ടൊരു ഇൻഡസ്ട്രി ആയിട്ടാണ് ഞാൻ എപ്പോഴും കാണുന്നത്. മൊത്തത്തിൽ ഇന്ത്യ നമ്മൾ എടുത്ത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ടാലന്റ് ഇല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ എടുത്തുന്ന ആൾക്കാർ ആക്ടേഴ്സും ടെക്നീഷ്യൻസും പുറത്തേക്ക് പോയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ടൊന്നും അല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ ഇത്രയധികം റീജിയണൽ ഭാഷകളുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നവും. കാരണം പ്രശ്നം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു സിംഗുലർ ലാംഗ്വേജിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഹിന്ദി സിനിമ അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഒരു സ്പേസിൽ സംസാരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞിട്ടൊരു ടോക്കാണ് എപ്പോഴും ഉണ്ടാവുന്നത്. ഇപ്പൊ ബോളിവുഡിന് കിട്ടുന്ന സ്വീകാര്യത അതുകൊണ്ടാണ് ഇപ്പം ഒരു പരിധി വരെ തെലുങ്ക് സിനിമകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും തമിഴ് സിനിമകൾക്ക് കിട്ടുന്ന സ്വീകാര്യതയും അതിന്റെ ഏരിയയുടെ വലിപ്പം കൊണ്ട് കിട്ടുന്ന സ്വീകാര്യതയാണ്. അത് ഡെഫിനറ്റ്ലി അത് സ്ട്രീമിങ്ങിലേക്ക് വരുമ്പോഴും അത് എല്ലാവരും കച്ചവടക്കാരാണ്. അപ്പൊ ആ കച്ചവടത്തിന്റെ ഒരു ബാക്കി നമുക്ക് അവിടെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പം സി യു സൂണിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നം ബേസിക്കലി ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിനിമകൾ പാൻ ഇന്ത്യൻ അല്ല എന്നുള്ളൊരു ചർച്ച ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പാൻ ഇന്ത്യൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലിരിക്കുന്ന സബ് ടൈറ്റിലോട് കൂടി തന്നെ ഇന്ത്യയിലിരിക്കുന്ന പല മേഖലയിലുള്ള ആൾക്കാർ, ഇപ്പൊ യു പിയിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലുള്ള വേറൊരു സംസ്ഥാനത്തിലുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നോർത്ത് ഈസ്റ്റിലുള്ള ഒരാൾക്കോ അതേ എന്താ പറയാ അതേ നമ്മൾ മലയാളികൾ ആസ്വദിക്കുന്ന അതേ തരത്തിൽ ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പലതരത്തിൽ റേസ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ആക്ച്വലി ശരിയല്ല എന്നുള്ളത് ഞങ്ങൾ പല സിനിമകളിലൂടെയും നമ്മളുടെ തന്നെ സിനിമകൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിന് എന്തെങ്കിലും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ ഒരു പരിധിവരെ മലയാളത്തിൽ നിന്ന് കൂടുതൽ സിനിമകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകാതിരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ പോസ്റ്റ് ലോക്ക്ഡൌൺ സിറ്റുവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ നിന്ന് മാത്രമാണ് ഇത്രയും കുറച്ച് സിനിമകൾ ഡിജിറ്റലിലേക്ക് പോയിരിക്കുന്നത്. ബാക്കി ഭാഷകളിൽ നിന്നല്ല. ഇപ്പം നമ്മുടെ ഭാഷയേക്കാൾ കുറച്ചുകൂടെ അതിനേക്കാൾ കുറച്ചുകൂടെ വിപണന സാധ്യത കുറഞ്ഞ ഒരു സ്ഥലമാണ് കർണാടക സ്ഥലം. അപ്പൊ അവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹിന്ദി സിനിമകൾക്കാണ് കൂടുതൽ സ്വീകാര്യത അവരുടെ കന്നഡ സിനിമകളിലേക്കാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് പോലും കൂടുതൽ 3-4 അധികം ഡിജിറ്റൽ സ്ട്രീമിംഗ് പടങ്ങൾ വന്നു. പക്ഷെ നമുക്ക് അത് ലഭിക്കാതിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഉള്ള നമ്മളുടെ ടെറിട്ടോറിയൽ കോൺസെപ്റ്റിലുള്ള ഒരു വലിപ്പമില്ലായ്മ ആകാം. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നമ്മുടെ എത്നിക് ആയിട്ടുള്ള കണ്ടന്റുകൾ എത്ര പേർക്ക് അവർക്ക് സ്വീകാര്യമാകുന്നു എന്നുള്ളൊക്കെയുള്ള ഒരു അനാലിസിസിന്റെ പുറത്താവാം അങ്ങനെ സംഭവിക്കുന്നത്. തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കീഴടങ്ങുന്ന കാര്യമില്ല. കാരണം ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ വരെ ആക്ച്വലി മലയാളത്തിൽ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുന്ന സിനിമകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 120ഓളം സിനിമകളുണ്ട്. അതായത് 2020 എന്ന് പറയുന്ന ഒരു മോശം വർഷമായിട്ട് മലയാള സിനിമയിൽ കാണാൻ പറ്റത്തില്ല. കാരണം ഡിസംബർ മാസം മാത്രം എനിക്ക് തോന്നുന്നു സെൻസർ ഓഫീസർ സെൻസർ ചെയ്തിരിക്കുന്നത് 50-ന് മേളിൽ സിനിമകളാണ്. അപ്പൊ അതിനർത്ഥം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, കണ്ടന്റുകൾ ഉണ്ടാക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഏത് സ്ഥലത്തിലേക്ക് ആളുകളിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഒരു എന്താ പറയാ ഒരു അനിശ്ചിതത്വത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെങ്കിൽ പോലും ധൈര്യപൂർവ്വം സിനിമ ഉണ്ടാക്കാനുള്ള ഒരു കാര്യമായ ഒരു സംഭരണ ശേഷിയുമായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരുപറ്റം ചെറുപ്പക്കാരെ നമുക്ക് ഈ 2020 സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുള്ളിടത്തോളം കാലം ഈ ഒരു ആർട്ട് ഫോം അതൊരു വ്യവസായം ആണെങ്കിൽ പോലും അതിന്റെ ഒരു ആർട്ട് ഫോം അതായത് നിന്നു പോകും എന്നുള്ളൊരു ഭയം ആർക്കും ഉണ്ടാവില്ല. Every film is a challenge. Let it be a small film or a big film. Every film is a challenge. I am not specifically ഒരു സിനിമ മാത്രം മെൻഷൻ ചെയ്തുകൊണ്ട് അങ്ങനെ പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല. എല്ലാ പടവും ചെയ്യുമ്പോഴും അത് ആദ്യത്തെ പടമായിട്ടുള്ള ഒരു പേടിയിലാണ് തുടങ്ങുന്നത്. കാരണം ഇപ്പൊ എന്റെ പേടി ഇപ്പൊ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമയുടെ പേടിയാണ് എനിക്കുള്ളത്. അത് എപ്പോഴും അങ്ങനെ, എപ്പോഴും എല്ലാ സമയത്തും അങ്ങനെ. ഇപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഓരോ ഡ്രാഫ്റ്റിലോട്ട് എത്തുമ്പോഴും ആ ഡ്രാഫ്റ്റിൽ അത് ശരിയാണോ, ഈ ക്യാരക്ടേഴ്സ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് എന്താ പറയുന്നത്, ഇതിന് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ബുദ്ധിമുട്ട് ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നത്, ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എവിടെയാണ്, ഇത് ആരാണ് കാണാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ആലോചിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചെയ്തു വെച്ച സിനിമകളെ റീവിസിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യം. നമ്മളത് ചെയ്തു വെച്ചു, അത് കഴിഞ്ഞു. ഇനി അത് റീവിസിറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പോൾ അതിലും ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഒരു ഫിനിഷ്ഡ് സിനിമ പുറത്തിറങ്ങി നമ്മൾ വളരെ പൂർണ്ണമായിട്ട് തൃപ്തിയോടുകൂടി ഒരു സിനിമ ഇറങ്ങി എന്നൊക്കെ പറയുന്നത്
അത് ചിലപ്പോൾ അറിയത്തില്ല. കാരണം പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്ക് ഡേറ്റ് ഉണ്ടാവും, ഒരു റിലീസ് ഡേറ്റ് ഫിക്സ്ഡ് ആയിട്ടൊരു ഡേറ്റ് ഉണ്ടാവും. അതിനിടയിൽ ഒത്തിരി ലോജിസ്റ്റിക്കൽ പ്രശ്നങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കേണ്ടി വരും. കാരണം ചില സമയത്ത് മഴ പെയ്തിട്ട് ഡിലേകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ആക്ടർക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുക, അത് കാരണം അത് കുറച്ച് നീണ്ടു പോകാം. മറ്റ് സിനിമകളുടെ ഡേറ്റ്സുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളിലും ഇത് സഫർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ചില സ്പോണ്ടേനിയസ് ഡിസിഷൻസിന്റെ പുറത്താണ് ഇത് തിരിച്ചു വരുന്നത്. അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ ഏത് പടത്തിനാണ് ഏറ്റവും കൂടുതൽ ചാലഞ്ച് അനുഭവിച്ചെന്നൊക്കെ ഉള്ള ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല. അടുത്ത പടത്തിന്റെ എഴുത്തിൽ ഇപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് എനിക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത്. അതാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ അതിലാണ് നമ്മൾ അവിടെയാണ് നമുക്ക് ഭയം കൂടി വരുന്നത് എപ്പോഴും. മറ്റത് കഴിഞ്ഞു, അത് കഴിഞ്ഞ പ്രോസസ്സാണ്, അതിനെക്കുറിച്ച് ഇനി ആലോചിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഒരു ആർട്ട് തന്നെയാണ്. ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മളിപ്പോൾ നോക്കുമ്പം ഞാൻ എഡിറ്റിങ്ങിനെ കാണുന്ന ഒരു like I consider editing as more like a tool to write a story. Like basically how you start writing, you will set up your characters, you will decide on the plot points, you will decide on the inciting incident, you will decide on like how you have to begin the story, how you have to transcend it into the midpoint and then move on to the culmination part. So there is a variation in that, there is a graph into that. So editing is moreover similar like that, where a person who has to really go in depth into that storyline, which is written by a screenplay writer, and and actually reproduced by a director, or let it be like if the director and the writer is the same, then it's a collaborative reproduction of something which is produced on location. Then again on the editing table, we are trying to figure out how to communicate it well to the selective set of people who we are catering the particular film to. So there we have to think in terms of like with the writer's mind, and also like when a writer writes something, the basic aim is to communicate, so that in that way when an editor is also when an editor starts functioning in his or her timeline, then the thing is the basic idea, primary idea is to communicate the kind of a particular scene or a particular structure or a narrative form, in a desired value, in tandem with the director. So there it is more close to an art form more than a craft. Like learning a software or learning other tools and all secondary, because it need not be like you edit it on an iPad, or you edit it on a phone, or you edit it on a high-end edit station. That doesn't matter. How you place your cut, how you how you're trying to communicate the story is the relevant part.